ആരും വീട്ടിൽ പോയിട്ടില്ല. സമയം വൈകുന്നേരം 6:30 കഴിഞ്ഞ്. പ്രധാന അധ്യാപകരും ടീച്ചേഴ്സും കുറച്ച് പേരൻസും എല്ലാവരും കേട്ട് മക്കളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ടീച്ചേഴ്സ് മാത്രം ഇരുന്നുകൊണ്ടിരുന്ന സ്റ്റാഫ് റൂമാണ് ഇന്ന് മക്കളുടെ പഠനമുറി എന്ന് പറയാം. മറ്റുള്ളവർക്ക് വേണ്ടി വില കൊടുത്ത ചില ആൾക്കാരിങ്ങനെ നിൽക്കുന്നത് കാണുന്നത് തന്നെ എന്ത് നല്ല കാഴ്ചയെന്നറിയാവോ? കണക്കിൻ്റെ ക്ലാസ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ചില പ്രശ്നങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ നിന്ന് പോകുമ്പം അടുത്ത് വന്ന് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് തന്നെ അവർക്ക് കൊടുക്കുന്ന ഒരു ആത്മവിശ്വാസവും വലുതാണ്. മാതാപിതാക്കൾ ഇങ്ങനെ വന്നു പോകുന്നുണ്ടായിരുന്നു. ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഒരു 5-5:30 സമയം. ഭക്ഷണമെല്ലാം കഴിഞ്ഞ് പാത്രമെല്ലാം പിടിച്ച് അവസാനവട്ട ഒരുക്കങ്ങളുടെ ഭാഗമായിട്ട് പ്രധാന അധ്യാപകൻ പിള്ളേരോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. അന്ന് വെജിറ്റബിൾ ബിരിയാണി ആയിരുന്നു. എന്നെ ഒത്തിരി നിർബന്ധിച്ച് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. ഓർക്കണം, കാസർഗോഡ് ജില്ലയിലെ ഇങ്ങറ്റത്തുള്ള തയ്യനിയിലുള്ള ഒരു സാധാരണ ഒരു ഗവൺമെൻറ് സ്കൂളിലെ കാഴ്ച കേട്ടോ ഇതൊക്കെ. 10ാം ക്ലാസ്സിലെ പിള്ളേരുടെ ബോർഡ് എക്സാമിനുള്ള ഒരുക്കങ്ങളാണ് നടക്കുന്നത്. മക്കളുടെ കാര്യത്തിൽ ഒരു സമൂഹം എടുക്കുന്ന എഫേർട്ടെല്ലാം കണ്ടുകൊണ്ടാണ് ഈ പുതിയ തലമുറയിലെ പിള്ളേരും വളരുന്നത്. വില കൊടുക്കാനുള്ളൊരു സമൂഹം ഉണ്ടാകുമ്പോഴാണ് പുതിയ തലമുറയ്ക്ക് ജീവൻ ഉണ്ടാകുന്നതെന്ന് എനിക്ക് തോന്നുന്നു. 7-7:15 കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അവിടുന്ന് പോന്നു. അപ്പോഴും കാത്തിരിക്കുന്നുണ്ടായിരുന്നു കുറച്ച് പേർ. ദൈവം അനുഗ്രഹിക്കട്ടെ.